നമസ്കാരം. അപ്പോ 1967 ജനുവരി 6 തീർച്ചയായിട്ടും ദിലീപ് കുമാറിൽ നിന്നും AR റഹ്മാനിലേക്കുള്ള സഞ്ചാരം വളരെ വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. സംഗീത സംവിധായകൻ RK ശേഖറിന്റെയും കസ്തൂരിയുടെയും മകനായി മദ്രാസിൽ 1967 ജനുവരി 6 ദിലീപ് കുമാർ ജനിക്കുന്നത്. സംവിധായകനായ RK ശേഖറിന്റെ ചിറകിന് താഴെയായി എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ദിലീപ് കുമാർ. RK ശേഖറിനൊപ്പം ഇരുന്നുള്ള ആ ഒരു കീബോർഡ് വായന, ദിലീപ് കുമാർ നന്നേ ചെറുപ്പത്തിലുള്ള ആ ഒരു കീബോർഡ് വായന ഗായകരും അതിനോടൊപ്പം തന്നെ സംഗീത സംവിധായകരും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം വളരെ പ്രാധാന്യം തന്നെയാണ്. വലുതാവുമ്പോൾ വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആവുമെന്നുള്ളൊരു കാര്യം അന്നേ കുറിച്ചിരുന്നു. ഇപ്പോഴും പല പല അഭിമുഖങ്ങളിലായി കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ആ ഒരു കഥ AR റഹ്മാന്റെ അമ്മയായ കരീമ ബീഗം, അന്നത്തെ കസ്തൂരി ഇപ്പോഴും പല അഭിമുഖങ്ങളിലൂടെ പറഞ്ഞു കേട്ടതാണ്. ദിലീപ് കുമാർ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ 9ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. ദിലീപ് കുമാറിന്റെ പിതാവായ RK ശേഖർ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ മരണപ്പെടുന്നത് ദിലീപ് കുമാറിന്റെ 9ാമത്തെ വയസ്സിലാണ്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം മുതൽ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു ദിലീപ് കുമാറിന് കലയിലേറ്റേണ്ടതായി വന്നത് എന്നുള്ള കാര്യം സത്യവത്തായതാണ്. ഇന്ന് കാണുന്ന ആ ഒരു AR റഹ്മാന് പിതാവിന്റെ മരണശേഷമുണ്ടായ ഒരു സങ്കടപരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാത്തതിനാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇന്ന് ലെജൻഡ് ആവാൻ സാധിച്ചതും പ്രേക്ഷകർ സ്വീകരിച്ചതും 100 വോൾട്ടേജിൽ ടിക്കറ്റ് കൊടുക്കാം. 10ാമത്തെ വയസ്സ് മുതൽ കടുത്ത ദാരിദ്ര്യം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു സാഹചര്യം. തീർച്ചയായിട്ടും സഹോദരങ്ങളോടൊപ്പം അമ്മയോടൊപ്പം ചേർന്നിരുന്ന ആ ഒരു ബാലന് സഹിക്കേണ്ടി വന്ന ഒത്തിരി ദുരിതാനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഓസ്കാർ ജേതാവായ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന് ഒത്തിരി വലിയ ദുരിതാവസ്ഥകളിലൂടെയുള്ള സഞ്ചാരം അതായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ AR റഹ്മാൻ എന്ന് പറയുന്ന ദിലീപ് കുമാറിന്റെ ഒരു ഗണവത്തായ ജീവിത സാമ്രാജ്യം എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ഈ കാണുന്ന മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ ഒത്തിരി വേദനിപ്പിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് വന്ന വഴി ഒരിക്കലും മറക്കാത്ത ഒരാളാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. അപ്പോൾ 9ാമത്തെ വയസ്സിൽ RK ശേഖർ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒത്തിരി ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചതെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ അത് നന്നായി ബാധിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സഞ്ചാരവും അതിനോടൊപ്പം തന്നെ സംഗീതത്തിലുള്ള അതിയായ ആഗ്രഹവുമാണ് ആ ഒരു കാലഘട്ടം, ആ ഒരു ജീവിത കാലഘട്ടത്തുണ്ടായ ഒത്തിരി ദുരിതാനുഭവങ്ങളിലൂടെ സഞ്ചാരം എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ ദിലീപ് കുമാർ എന്ന് പറയുന്ന ആ ഒരു ബാലൻ സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും നോക്കുന്നതിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് സ്വന്തം പിതാവിന് സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്തും മറ്റു ചെറിയ ചെറിയ ജോലികൾ ചെയ്തുമായിരുന്നു. ഈ 9 വയസ്സ് മുതൽ 11 വയസ്സിലുള്ള കാലഘട്ടം വളരെ ദുരിതപൂർണമായ ജീവിത സഞ്ചാരം എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു കാലഘട്ടം, ദിലീപ് കുമാറിന്റെ ആ ഒരു കാലഘട്ടമൊക്കെ എടുത്താൽ, വീണ്ടും വായിച്ചു നോക്കിയാൽ, വീണ്ടും സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു മോട്ടിവേഷനാണ് ഞാനടക്കമുള്ള പ്രേക്ഷകർക്ക്, കലാകാരന്മാർക്ക് ലഭിക്കുന്നത് എന്ന് 100 വോൾട്ടേജിൽ വീണ്ടും പറയാം. ഈ ഒരു ദുരിതപൂർണമായ ജീവിത ശൈലിയിൽ AR റഹ്മാൻ അതായത് ദിലീപ് കുമാറിനുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ മീഡിയകളിൽ വൈറലാവുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ടീച്ചർ ദിലീപ് കുമാറിനോട് തുറന്നു പറഞ്ഞൊരു വാചകമുണ്ട്. വളരെ വിദ്യാഭ്യാസത്തിൽ വളരെ മോശവത്തായ രീതിയിലേക്ക് താഴ്ന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിലും ഭേദം നീ പിച്ച തേണ്ടി ജീവിക്കുന്നതാണ്, നിന്റെ വിദ്യാഭ്യാസം വളരെ ലോ ലെവലാണ്. ആ ഒരു പ്രഷർ AR റഹ്മാൻ അതായത് ദിലീപ് കുമാറിന് ഒട്ടും തന്നെ താങ്ങാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അന്നു മുതൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, പഠനത്തെക്കാൾ മുകളിൽ സംഗീതത്തെ പ്രണയിച്ചവനാണ് ഞാൻ, അതിനാൽ സംഗീതത്തിലേക്ക് മുഴുവനായും ഇറങ്ങുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മാതാവായ കസ്തൂരിയോട് തുറന്നു പറയുകയും, കസ്തൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാതാവ് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ബാൻഡ് തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ഒരു ബാൻഡ് തുടങ്ങിയ സമയത്തും പഠനത്തെ നന്നായി ബാധിച്ച കാര്യം അദ്ദേഹത്തിന്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഒത്തിരി ഉപദേശങ്ങൾ നൽകി.
ഈ ഒരു സംഗീതം വെച്ച് നീ എങ്ങനെയാണ് നിന്റെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്? നിനക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും? നീ എങ്ങനെ ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കും? ഈ ഒരു 3 ചോദ്യത്തിനും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ദിലീപ് കുമാറിന് അന്ന് ഉത്തരം ഉണ്ടായില്ല പറയാൻ. എന്നാൽ പിന്നീട് കാലഘട്ടങ്ങൾക്ക് ശേഷം അതിനുള്ള ഉത്തരം ഒരു ഉത്തരമല്ല, 1000 ഉത്തരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്നിരുന്നാലും വന്ന വഴി മറക്കാത്ത AR റഹ്മാൻ ഈ അടുത്തൊരു മലയാള ചിത്രത്തിൽ മ്യൂസിക് കൊടുത്തിരുന്നു, ആടുജീവിതം. ആ ഒരു ചിത്രത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു പ്രഗത്ഭനും ഏതൊരു വ്യക്തിക്കും ഒരു ആടുജീവിതം ഉണ്ട്, എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം AR റഹ്മാൻ തുറന്നു പറഞ്ഞൊരു അഭിമുഖം തീർച്ചയായിട്ടും വൈറലായിരുന്നു, തരംഗമായിരുന്നു. അപ്പോൾ നന്നേ ചെറുപ്പത്തിലെ തന്നെ സംഗീതത്തെ പ്രണയിച്ച് നടന്നിരുന്ന പിതാവിന്റെ മരണശേഷവും സംഗീതത്തെ മാത്രം ഹൃദയത്തോട് ചേർത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലും ഒത്തിരി നെഗറ്റീവുകൾ പറയുന്നതിന് ഒത്തിരി സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ആ ഒരു സമൂഹവും അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഏതൊരു കലാകാരനും വളർന്നു വരുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകുന്ന, ഒത്തിരി നെഗറ്റീവുകൾ നൽകുന്ന ഒരു സമൂഹം ഇപ്പോഴും കൊള്ളുന്നുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം AR റഹ്മാൻ ഇപ്പോഴും അഭിമുഖത്തിൽ സംസാരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. AR റഹ്മാന്റെ ഒരു സിനിമാ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സും അതോടൊപ്പം തന്നെ ഒത്തിരി ഗായകരും ഒത്തിരി പരാതികൾ പറഞ്ഞതായി കേട്ടറിവുണ്ട്. ആ ഒരു പരാതി എന്തെന്നാൽ പാതിരാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ റെക്കോർഡിംഗ് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും സിനിമാ ജീവിതത്തിൽ തുടക്കക്കാരൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥാ സമയത്താണ് അത്തരം നെഗറ്റീവുകൾ കുത്തി നിറയ്ക്കാൻ പലരും ശ്രമിച്ചത്. പക്ഷെ ഓരോ രാത്രിയും ഉറങ്ങാതെ നിന്ന് ചെയ്ത ഓരോ സംഗീതവും പിന്നീട് നമ്മുടെ കാതുകളിൽ, എന്റെ കാതുകളിൽ, പ്രേക്ഷകരുടെ കാതുകളിൽ ഇപ്പോഴും അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മനോഹര സംഗീത രൂപത്തിലുള്ള പാട്ടുകൾ ഒരിക്കലും ഹൃദയത്തിൽ നിന്നും അകന്നു പോകില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എനിക്കും ലോക പ്രേക്ഷകർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ദിലീപ് കുമാർ മനസ്സിലാക്കിയത് ഏതൊരു പെയിനും സംഗീതമാണ് ഒരേ ഒരു മരുന്ന് എന്നുള്ള കാര്യം. അപ്പോൾ കാലഘട്ടങ്ങൾ ഒത്തിരി കടന്നുപോയി. ദിലീപ് കുമാർ ഒത്തിരി നല്ല സംഗീതത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറി പറ്റിയത് മാത്രമല്ല, പ്രേക്ഷകർ ദിലീപ് കുമാർ എന്ന് പറയുന്ന ആ ഒരു AR റഹ്മാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും സങ്കട കാലഘട്ടത്തിൽ ആ ഒരു അധ്യാപിക പറഞ്ഞ വാക്കുകൾ ദിലീപ് കുമാർ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും സംഗീതത്തിലൂടെയാണ് അദ്ദേഹം ലോക പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ റോജ മുതൽ റായൻ വരെയും ഈ ഒരു കാലഘട്ടം വരെയും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി സംഗീതം, നല്ല സംഗീതത്തിലൂടെ സഞ്ചരിപ്പിച്ച ഒരു ലെജൻഡാണ്, മ്യൂസിക് കിങ് ആണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രമല്ല പ്രേക്ഷകർ, വേൾഡ് ഏതൊരു ഭാഷയിലുമുള്ള ഒത്തിരി പ്രേക്ഷകർ ഇപ്പോഴും AR റഹ്മാന്റെ സംഗീതം കേൾക്കുന്നതിനായി കാതോർത്തിരിക്കുന്നു എന്നുള്ള ഒത്തിരി തെളിവുകൾ ചെറിയ മീഡിയാസിലടക്കം AR റഹ്മാൻ ഹിറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന ഓരോ മൂമെന്റ്സ് നമ്മൾ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. വീണ്ടും എനിക്ക് ഡയറക്ട്ലി പറയാനുള്ള ഒരു കാര്യം, വായത്തള്ളുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കലാരംഗം. കഴിവ് ഒക്കെയും ജന്മനാ ഭഗവാൻ കൊടുത്തുവിടുന്ന ഒരു പോയിന്റ്സ് ആണ്. ആ ഒരു പോയിന്റ്സിനെയാണ് നിങ്ങൾ പ്രണയിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ എങ്ങനെയാണ് ഹൃദയത്തിൽ സൂക്ഷിച്ച് സഞ്ചരിക്കുന്നത് എന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് അതിന് ഓരോ പോയിന്റ്സും കൂടി വരൂ എന്നുള്ള കാര്യം AR റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിഷ്യൻ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഇതൊരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒത്തിരി കമന്റ്സുകൾ നമ്മുടെ വീഡിയോസിന് താഴെയായി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ ഒരു പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട കാര്യം, റോജ മുതൽ ഈ ഒരു കാലയളവ് വരെയും അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളുടെ എണ്ണം, ആ ഒരു പുരസ്കാരങ്ങളുടെ വാല്യൂ, ഓസ്കാർ അടക്കം ഇന്ത്യയിൽ നേടിക്കൊടുത്ത ഒരു മ്യൂസിഷ്യനാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടും മറക്കരുത്. അതിനൊക്കെ വിലയിരുത്തിയതിനു ശേഷം മാത്രം കമന്റ്സുകൾ അയക്കുക. തീർച്ചയായിട്ടും ഐ ആം വെയിറ്റിംഗ്.